പെരുന്നാൾ വിഷു പൂരത്തിൻ്റെ ഭാഗമായി തിയേറ്ററുകളിൽ നിറയെ സിനിമകളാണ്. ഹൃദയം എന്ന ഹിറ്റ് ക്രിഞ്ച് സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, കല്യാണി കോംബോയിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. പടത്തിലെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മുക്കാ ഭാഗം ഗംഭീര ലാഗ്, ബാക്കി വരുന്ന കാൽഭാഗം ക്രിഞ്ച് ഡയലോഗുകൾ, ക്ലീഷേ സീനുകൾ. ഈ നോർത്ത് ഇന്ത്യൻ റീലൊക്കെ കണ്ട് ആവശ്യപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് രോമാഞ്ചം ഫീൽ തന്നെയായിരിക്കും ഈ സിനിമ. അതിൽ ഒരു തർക്കവുമില്ല. പ്രതീക്ഷയുടെ അമിതഭാരമായി പോയതുകൊണ്ടാണെന്ന് അറിയില്ല, ആക്ച്വലി ചിത്രം എനിക്ക് ഇഷ്ടമായിട്ടില്ല. കുഞ്ഞിരാമായണം ആത്മാവ് ബാധിച്ച ധ്യാൻ ശ്രീനിവാസനിലാണ് പടത്തിൻ്റെ ഫസ്റ്റ് ഫ്രെയിം തുടങ്ങുന്നത്. എൻ്റെ അടി കുഞ്ഞിരാമായണം ആത്മാവ് ബാധിച്ച ധ്യാൻ ശ്രീനിവാസനിലാണ് പടത്തിൻ്റെ ഫസ്റ്റ് ഫ്രെയിം തുടങ്ങുന്നത്. ഇതൊരു പ്രണവ് മോഹൻലാൽ ചിത്രമായിട്ടാണ് ട്രെയിലറിലും പോസ്റ്ററിലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നതെങ്കിലും ഇത് തികച്ചും ഒരു ധ്യാൻ ശ്രീനിവാസൻ ചിത്രമാണ്. അതുതന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. ധ്യാൻ ശ്രീനിവാസൻ ആവശ്യത്തിൽ കൂടുതൽ ഓവർ ആക്ട് ചെയ്ത് കൊളവാക്കുന്നുണ്ട്. പടത്തിൻ്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞതിന് ശേഷം പോസിറ്റീവിലേക്ക് വരാം. ആദ്യം തന്നെ മേക്കപ്പിനെ കുറിച്ച് പറയാം. ഈ പടത്തിൽ നിറയെ മേക്ക് ഓവറുകളുണ്ട്. 25 വയസ്സ് തോന്നിക്കുന്ന 15 വയസ്സുകാരൻ, 45 വയസ്സ് തോന്നിക്കുന്ന 65 വയസ്സുകാരൻ, അതിലൊക്കെ മേക്ക് ഓവറും ഗംഭീരബദ്ധം. 25 വയസ്സുള്ള മുഖവും 60 വയസ്സിൻ്റെ വിഗ്ഗും വെച്ചിട്ട് പ്രായമാക്കാൻ ശ്രമിച്ചിട്ട് ബാലെ പോലെ ആയിട്ടുണ്ട് മൊത്തം. പ്രണവിൻ്റെ ഇൻട്രോ സീനൊക്കെ പക്ക ലാലേട്ടൻ. ആ കൂട്ടത്തിൽ സാഗർ കോട്ടപ്പുറം റെഫറൻസും ഉണ്ട്. ഇൻട്രോയ്ക്ക് ശേഷം പ്രണവിന് ഒരിക്കലും സിങ്കാവാത്തൊരു പാട്ടുമുണ്ട്. നമ്മൾ ആദ്യം വിചാരിക്കും പാട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നുള്ളത്. കുറച്ച് മുന്നോട്ടില്ല മനസ്സിലാവും, പാട്ടൊരു വഴിക്ക്, ലിപ്സിങ് വേറൊരു വഴിക്ക്. പടം ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവും നമ്മൾ കരുതിയിരിക്കും. പക്ഷേ പടം കട്ട ലാഗാണ്, കട്ട ശോകമാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ലാഗാണ്. നമ്മൾ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് വിചാരിക്കും. സെക്കൻഡ് ഹാഫ് തുടങ്ങി കയറുന്ന സമയത്ത് പടം കുറച്ച് രസകരമാവും. പക്ഷേ പിന്നീട് വീണ്ടും ലാഗടിക്കും. പടത്തിൻ്റെ പോസിറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ പടത്തിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും കിടിലനായി പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് സിനിമ കാണാനുമുണ്ട്. കാസ്റ്റിങ്ങിലോട്ട് വരുമ്പം ബേസിൽ നിവിൻ പോളിയൊക്കെയുള്ള സീനുകൾ കുറച്ച് ജീവനുള്ളതായിട്ട് തോന്നി. അതേസമയം കല്യാണി, നീരജ് മാധവ് ഇവരൊക്കെ എന്തിനാണ് പടത്തിലുള്ളതെന്ന് പോലും എങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കഥാപാത്രങ്ങളൊന്നും അല്ല അവർ. അതിൽ തന്നെ പ്രത്യേകിച്ച് നീരജ് മാധവനൊന്നും ഒന്നും ചെയ്യാനില്ല. അജു വർഗീസിൻ്റെ നിവിൻ പോളിൻ്റെ ഇൻട്രോ സീനൊക്കെ കിടു, ഒരു രക്ഷയില്ലാത്ത ഇൻട്രോ സീനാണ്. പടത്തിൻ്റെ മൊത്തമുള്ള വിഷ്വൽസൊക്കെ കൊള്ളാം, പക്ഷേ യാതൊരു പുതുമയൊന്നുമില്ല. ആക്ടേഴ്സിൻ്റെ സൈഡിലെ പോസിറ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ ബേസിൽ നിവിൻ പോളിയും തിയേറ്ററിൽ കുറച്ച് ചിരിയൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷേ ബേസിൽ സ്ഥിരമായിട്ടുള്ള തൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തപ്പം നിവിൻ പോളി സ്ഥിരമായിട്ടുള്ള തൻ്റെ ചെളി വാരിയറിൽ തന്നെയായിരുന്നു ഈ പടത്തിലും. എന്നിരുന്നാൽ കൂടി തമ്മിൽ ഭേദം നിവിൻ പോളിയും ബേസിലും തന്നെയായിരുന്നു. ആത്മാവില്ലാത്ത കുറേ കഥാപാത്രങ്ങളെ കുത്തി നിറച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. പടത്തിലെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മുക്കാ ഭാഗം ഗംഭീര ലാഗ്, ബാക്കി വരുന്ന കാൽഭാഗം ക്രിഞ്ച് ഡയലോഗുകൾ, ക്ലീഷേ സീനുകൾ. ഈ നോർത്ത് ഇന്ത്യൻ റീലൊക്കെ കണ്ട് ആവശ്യപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് രോമാഞ്ചം ഫീൽ തന്നെയായിരിക്കും ഈ സിനിമ. അതിൽ ഒരു തർക്കവുമില്ല. അമ്മാതിരി ക്രിഞ്ച് ഡയലോഗുകളും സീനുകളുടെയും ഘോഷയാത്രയാണ്. നേരത്തെ പറഞ്ഞ പോലെ പടത്തിലെ ഏറ്റവും നെഗറ്റീവ് ഭാഗം എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ്റെ കാസ്റ്റിംഗ് തന്നെയാണ്. ഒരു പക്ഷേ നേരെ തിരിച്ച് ധ്യാൻ്റെ ക്യാരക്ടർ ബേസിലിനും ബേസിലിൻ്റെ ക്യാരക്ടർ ധ്യാനിനും കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പടം കഴിയാൻ നേരത്ത് സംവിധായകൻ വിനീത് ശ്രീനിവാസൻ്റെ വക ഒരു ക്രിഞ്ച് ഡയലോഗുണ്ട്. അതോടെ കേട്ടപ്പോൾ തൃപ്തിയായി. പടത്തിനാകെ മൊത്തം ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്